നടൻ ഉണ്ണി മുകുന്ദനെതിരായ മാനേജറുടെ പരാതിയിൽ മർദ്ദിച്ചതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളില്ല എന്നും പോലീസ് പറയുന്നു. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, മർദ്ദിച്ചുവെന്നായിരുന്നു ഈ മാനേജറുടെ പരാതി. പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അവിടെ എന്താണ് നടന്നത്? പോലീസ് അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ശ്യാം? റിജിത്ത്, ഇന്നലെ രാത്രിയാണ് ഉണ്ണി മുകുന്ദന്റെ മാനേജർ എന്ന് അവകാശപ്പെട്ട വിപിൻ കുമാർ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ വിപിനെ മർദ്ദിക്കുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത് DLF ഫ്ളാറ്റിന്റെ താഴത്തെ പാർക്കിംഗ് ഭാഗത്ത് വെച്ചാണ്. ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളിൽ ഉണ്ണി മുകുന്ദൻ ഈ പരാതിക്കാരനെ മർദ്ദിക്കുന്നതായി യാതൊരുവിധ തെളിവുകളും CCTVയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി പൊട്ടിക്കുന്നത് ആ CCTVയിലുണ്ട്. പക്ഷേ മർദ്ദനത്തിനും മറ്റും തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവിടെ വാക്കേറ്റം മാത്രമാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നും പോലീസ് പറയുന്നു. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ CCTV ഹാർഡ് ഡിസ്ക് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പരാതിയിൽ പറയുന്നത്ര തെളിവുകൾ ഉണ്ണി മുകുന്ദനെതിരായിട്ട് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇൻഫോ പാർക്ക് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശ്യാം, ഇതിലൊരു അടുത്ത നീക്കം എന്നുള്ള നിലയിൽ, തുടർ നടപടി എന്നുള്ള നിലയിൽ പോലീസ് ആലോചിക്കുന്നത് എന്താണ് ശ്യാം? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ദിവസം ഉണ്ണി മുകുന്ദന്റെ മൊഴി രേഖപ്പെടുത്താനായിട്ട് പോലീസ് ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മർദ്ദനമെന്ന ഉള്ളതിന് തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇത് ഒരു വാക്കുതർക്കവും അതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ കേസുണ്ടാകുമോ എന്ന ഭയത്താൽ മറ്റൊരു പരാതി നൽകിയതാണോ എന്നുള്ളത് പോലും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ശരി, മർദ്ദനം നടന്നു എന്ന് പറയപ്പെടുന്ന ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ചില നിഗമനങ്ങളിലേക്ക് ഇപ്പോഴെത്തുകയാണ്. അതിൽ ആ പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമല്ല. മർദ്ദിച്ചതിന് ഈ ഘട്ടത്തിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരു തർക്കം നടന്നിട്ടുണ്ട്. ഇരുവരും തമ്മിലൊരു തർക്കമുണ്ടായിട്ടുണ്ട്. അത് പക്ഷേ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് പോയിട്ടില്ല. ഉണ്ണി മുകുന്ദൻ ഈ പരാതിക്കാരൻ്റെ കണ്ണാടി വാങ്ങി പൊട്ടിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്.